ഗൈസ്, അപ്പം ഇന്നൊരു ഹാഫ് ഡേ സൺഡേ മിനി വ്ളോഗ് കണ്ടാലോ. ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് കേട്ടോ. രാവിലെ തന്നെ അമ്മ കോഴിക്കോട്ടേക്കും പോയി. പിന്നെ സൺഡേ ആയതുകൊണ്ട് അച്ഛനാണെങ്കിൽ കുറച്ച് ഫംഗ്ഷൻസും ഉണ്ട്. അപ്പോൾ രാവിലെ വരെ പോകുന്നതിന് മുമ്പ് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയായിരുന്നു, ചട്നി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ പോയത്. പിന്നെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം ഇരുന്ന് കഴിച്ച് ഞാൻ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അച്ഛനും പോയിട്ടോ. ഞാൻ ഇനി പോയിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാട്ടെ കേട്ടോ. തന്നെ കഴുകി വെച്ച മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അരപ്പ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇതൊരു തട്ടിക്കൂട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു. ആദ്യം ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മീൻ ഓൾറെഡി നമ്മൾ പൊരിക്കുന്നുണ്ട്. ഞാൻ അതും കൂടി വേണമെന്ന് വിചാരിച്ചിട്ട് തേങ്ങാ ചമ്മന്തി സെറ്റാക്കി. മാങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. അങ്ങനെ എന്തായാലും ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ എന്താ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ നേരെ പോയി പുറത്തെടുത്ത് പാനൊക്കെ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ട് നമ്മളിത് മീൻ വേണ്ടി പൊരിക്കാൻ വേണ്ടി വെച്ചു. അവിടെ കിടന്ന് ആയിക്കോട്ടെ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് ഫുൾ അടിച്ചൊക്കെ വാരിണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചോറ് ഒഴിക്കാനുള്ള സമയമായിട്ട് ചോറും രസവും മീൻ പൊരിച്ചതും പിന്നെ ചമ്മന്തിയൊക്കെ കൂടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത്രയുള്ളൂ. ബൈ.